ഇന്ന് ഒരല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കൊന്ന് കേൾക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങൾ അറിയുന്നില്ലേ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഒരു നദികളും ഉണ്ടാക്കും. നമുക്കറിയാം, നമ്മുടെ ദൈവം എപ്പോഴും നമ്മളിങ്ങനെ പുതുക്കുന്ന ഒരു ദൈവമാണ്. ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്കറിയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയണം, നിങ്ങൾ എൻ്റെ അടുക്ക വരുന്നത് വരെയാണ് നിങ്ങൾ പഴകിക്കൊണ്ടിരുന്നത്, പക്ഷെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ പിന്നെ നിങ്ങൾ പുതുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. എന്താണ് ഈ പുതുക്കം? നമ്മൾ പരിശോധിക്കേണ്ടതും അതാണ്. നമ്മൾ ശരിക്കും ഈ പുതുക്കത്തിലേക്കാണ്, നമ്മളിപ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി അല്ലെങ്കിൽ നിമിഷം പ്രതി നമ്മളെ കർത്താവ് പുതുക്കിക്കൊണ്ടാണ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളതാണ്. ഈ സ്നാനപ്പെടുന്നുണ്ടേ പോലും റോമാലേഖനം 6 അധ്യായത്തിലൊക്കെ പറയുന്നത്, സ്നാനം നമ്മൾ കർത്താവായ യേശുവിനോട് ചേരുകയാണ്. അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആദാമ്യ കുലത്തിൽ ജനിച്ച മനുഷ്യരോട് ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം എന്നിട്ട് നമ്മളങ്ങ് അലിഞ്ഞലിഞ്ഞ് പോവുക, അല്ലെങ്കിൽ പഴകിപ്പൊക്കൊണ്ടിരുന്ന നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുമ്പോൾ മുതൽ നമ്മൾ പുതുകുകയാണ്. വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ 3 അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിലൊക്കെ അവിടെ പറയുന്നത്, ഞാൻ മുടിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ ദയയാകുന്നു എന്ന് പറഞ്ഞേച്ച് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ മുടിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ ദയയാണെന്ന് ഞാൻ നിരന്തരം ഓർക്കണമെന്നാണ്. അത് കേവലം ജീവിച്ചിരിക്കുന്നതല്ല. അതിൻ്റെ അടുത്ത വാക്യമുണ്ട്, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ആ വാക്യം അങ്ങനെ വായിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അടുത്ത വാക്യം പറയുന്നത്, അത് എന്ത് ചെയ്യാണ്? രാവിലെ തോറും പുതിയതും വിശ്വസ്തത വലിയതുമാണ്. അതായത് കർത്താവിൻ്റെ കരുണയിലാണ് ഇവിടെ നമ്മളോട് എല്ലാവരോടും ചോദിച്ചാൽ ഇപ്പം നമ്മൾ കേട്ടതും അതാ, ദൈവത്തിൻ്റെ മഹാകരുണയിലാണ് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് തന്നെ. ആ കരുണ ദിനം പ്രതി നിമിഷം പ്രതി അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. ഇതാണ് നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. അത് നിങ്ങൾ അറിയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ഉത്ഭവിപ്പിക്കുന്നു. ഈ വിവരം നമ്മൾ അറിയണം. ജീവൻ്റെ പുതുക്കത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പിമ്പിലുള്ളത് മറന്ന് മുന്നിലുള്ള പരമവിളിയുടെ ലക്ഷ്യത്തിലായിട്ട് നമ്മൾ അതിൻ്റെ 3:13 അല്ലെങ്കിൽ മലയാളത്തിൽ അത് 14 വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ എഴുതിയിരുന്നത്. അത് നമ്മൾ ഈ പാസ്റ്റ് വെച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. നമ്മളെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതോ അല്ലെങ്കിൽ അത് നമ്മുടെ തിക്തമായ അനുഭവങ്ങളെക്കുറിച്ചും മറ്റും നമ്മൾ ഒത്തിരി ഇങ്ങനെ വ്യാകുലപ്പെട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞതൊക്കെയാണ് നമ്മളിങ്ങനെ പാസ്റ്റ് ഹോണ്ട് ചെയ്യുന്നതെന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ വേട്ടയാടുന്ന കാര്യങ്ങളെ വിട്ടിട്ട്, അവിടെ എഴുതിയിരുന്നതും അങ്ങനെയാണ്. അവിടെ പറയുന്നത്, പഴയത് പിമ്പിലുള്ളത് മറന്ന് അല്ലെങ്കിൽ പിമ്പിലുള്ളത് വിട്ട് കളഞ്ഞിട്ട് മുന്നിലേക്ക് നമ്മൾ ഓടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കോട്ടയംകാരൊക്കെ സ്ഥിരമായി പറയും, ഈ എത്ര തുഴഞ്ഞാലും ഈ വള്ളം ഇപ്പോഴും തിരുനക്കര തന്നെയാണെന്ന് പറയും. തിരുനക്കരെ കൊണ്ടിട്ടേച്ച് കെട്ടിയിട്ടേച്ച് അതേ ഇട്ട് തുഴയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അത് ശരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്നത് മുഴുവനും ഈ പിമ്പിലുള്ള കെട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നിലുള്ളത് മറന്നിട്ട് എൻ്റെ പരമവിളിയുടെ ലക്ഷ്യത്തിലേക്ക് ഓടാനാണ് പറഞ്ഞു. അതിനായിട്ടൊരാക്കം കിട്ടുന്നതാണ് സത്യത്തിൽ ഈ പുതുക്കം എന്നുള്ളത് പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വർഷത്തിൽ കയറുന്ന സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുക, ഈ വിവരം നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാവുന്ന ഇന്നിപ്പോൾ നമ്മൾ കണ്ട സാക്ഷ്യങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കാരണം എല്ലാവരും പറയുന്നത് ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, ദൈവത്തിൻ്റെ ദയ ധാരാളമായി. സന്തോഷമില്ലേ നമുക്കത്? ഈ ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും തീർന്നു പോകത്തില്ല, ദിനം പ്രതി പുഴുകുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സദൃശവാക്യങ്ങളിലെ 3 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അതിനോട് ചേർത്ത് പറയുന്നത് എന്താ പറയുക? സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും ആ ദൈവത്തെ നീ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് ഓടുന്ന പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനുഷ്യരുടെ സിസ്റ്റത്തിലോ അല്ല. ഞാൻ പറയും, പലപ്പോഴും നമ്മളിങ്ങനെ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളിൽ പോലുമല്ല നമ്മളാരും വിശ്വസിക്കേണ്ടത്. എൻ്റെ കർത്താവിൽ തന്നെ ആയിരിക്കണം.
ഇന്ന് പലരും പറഞ്ഞ സമയത്ത് അവരുടെ ആഗ്രഹം പറയും, എനിക്ക് കർത്താവിനെ ഇനിയും അറിയണം, എനിക്ക് കർത്താവിനെ ഇനിയും അനുഭവിക്കണം, എനിക്ക് കർത്താവിനോട് എനിക്ക് ബന്ധം കൂടുതൽ സ്ഥാപിക്കണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്ന പോലെ ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരിക. അല്ലാതെ മറ്റ് നശിച്ചു പോകുന്ന വസ്തുക്കളോ അല്ലെ ആ കാര്യങ്ങളെ അത് ദൈവം നമുക്ക് നിശ്ചയമായും തരും. ഇവിടെയുള്ള ആർക്കും ദൈവം അങ്ങനെ തരാതിരുന്നിട്ടുമില്ല. കർത്താവ് പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യം അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളത്. യഹോവ എൻ്റെ ഇടയനായി വന്നാൽ അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തും, അല്ലെങ്കിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ എന്നെ അവൻ കിടത്തും. ഇതിനൊന്നും തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു കാര്യവും ഒരു മനുഷ്യനും അന്വേഷിച്ചിട്ടല്ല നടക്കുന്നത്. കർത്താവ് അതാ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. പറക്കുന്ന പക്ഷികളെ നോക്കൂ, അല്ലെങ്കിൽ വയലിൽ വളരുന്ന ഒരു ചെടിയെ നോക്കൂ. ആ ചെടിയെ നന്നായി ഒരു പുഷ്പം കൊടുത്തും ചമയിക്കുന്നത് നിങ്ങളുടെ അപ്പനാണ്, അല്ലെങ്കിൽ ഈ പറക്കുന്ന പക്ഷികൾക്ക് വേണ്ട ആഹാരം കൊടുക്കുന്നത് നിങ്ങളുടെ അപ്പനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് എന്തിനു വിചാരപ്പെടണം? അതാണ് മക്കളായി തീരുമ്പോഴുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഒറ്റ കാര്യം ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ എതിരും ഈ വാക്യത്തിലുണ്ട്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. എല്ലാം തീർന്നു കഴിയുമ്പോഴല്ല, ആദ്യമേ തന്നെ. ആരോ ഒരാൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? പ്രൈസ് ഗോഡ്. എൻ്റെ സഹായം ആകാശവും ഭൂമിയും നിർമ്മിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ആ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ കർത്താവിനെ ആശ്രയിക്കണം. സ്വന്തം വിവേകത്തിൽ ഇതൊരു വലിയൊരു, നമ്മൾ വിചാരിക്കുമ്പോൾ അത് നിസ്സാരമാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഈ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആദ്യം മുഴച്ചു വരുന്നത് നമ്മളുടെ തന്നെ സ്വന്തം വിവേകമാണ്. പലരും ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചും പരിവേദനപ്പെടുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു സത്യത്തിൽ നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ സ്വന്തം വിവേകം, നമ്മുടെ ബുദ്ധി, നമ്മുടേതായ കഴിവുകളുമൊക്കെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മളുടെ ചില ഐഡിയാസാണ്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കുക. അതുമാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ശത്രു ഉള്ളത് നീ നിൻ്റെ സ്വന്തം വിവേകത്തിൽ ഊന്നാതിരിക്കുക. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഉപദേശവും. അതുകൊണ്ട് കർത്താവ് ഒറ്റ ആശ്രയത്വം മതി നമുക്ക്. മറ്റേത് 100,000 ആശ്രയം. ഞാൻ ഈ മെഡിക്കൽ സയൻസിനെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുണ്ടെങ്കിലും, നമുക്ക് പണ്ടൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു അപകടം പറ്റിയ ഒരാളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള ആളുകൾ വന്നേച്ച്, ഈ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് വന്നേച്ച് അയാളുടെ കാലൊക്കെ ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് അയാളുടെ സ്കിന്നിന് പറ്റിയതെല്ലാം കൂടെ വന്നേച്ച് അവരുടെ ആൾക്കാർ ശരിയാക്കി. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഹാർട്ടിൻ്റെ വന്നു, അല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് പിന്നെ തല നോക്കിയപ്പോഴും തലയില്ല. അതായത് ന്യൂറോയുടെ ആൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്തായി ചെയ്തു കൂട്ടുന്നത്? മനുഷ്യൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളെ കൊണ്ടുവന്നൊരു അപകടപ്പെടുത്തുന്ന കാര്യം. എന്നാൽ പറയുന്ന കാര്യങ്ങളൊക്കെ വലുതാണ്, ഒരുപാട് സൂക്തങ്ങളാണ്. പക്ഷേ അവിടെയൊന്നുമല്ല. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്താവിൽ തന്നെ ആശ്രയിക്കും. 118-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ആ വാക്യത്തെ ബൈബിളിൻ്റെ മൊത്തം വാക്യങ്ങളുടെ നടുക്കുള്ള വാക്യം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. 118-ന്റെ 8-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത്, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്. അത് കേവലം ഒരു നല്ല കാര്യം പറഞ്ഞു തന്നതല്ല, മനുഷ്യനിൽ ആശ്രയിച്ച് നമ്മൾ കുഴിയിൽപ്പെടും. മനുഷ്യനുള്ളതുകൊണ്ട് മറ്റു മനുഷ്യരെ അപകടകരമായ കാര്യം നാമെന്ന മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ്, മാനുഷികത മുഴുവനും. അതുകൊണ്ടാണ് നമ്മളോട് ഈ പുതിയ നിയമ വ്യവസ്ഥയിലോട്ടൊക്കെ വരുന്ന സമയത്ത് കർത്താവ് എൻ്റെ രക്ഷകനായിട്ടാണ് വരുന്നത്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, യേശു എൻ്റെ പാപം ക്ഷമിക്കുന്നവനായിട്ടല്ല, പകരം യേശു എൻ്റെ രക്ഷകനായിട്ടാണ് വരുന്നത്. ഈ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ മുഴുവനായും രക്ഷിക്കാൻ മതിയായവനായിട്ടാണ് വരുന്നത്, മൊത്തമായി രക്ഷിക്കാൻ കഴിയും. അങ്ങനെ രക്ഷകനായി വരുന്ന കർത്താവിനെയാണ് സത്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതും ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളോട് പുതിയ നിയമ ആരാധനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടേ, കേവലം വാക്കുകളല്ല, അല്ലെങ്കിൽ കേവലം പാട്ടുകളല്ല, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളല്ല. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. നിങ്ങളുടെ മനസ്സിനെ പുതുക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെ പുതുക്കമാണ് വരുന്നത്. അപ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ ഞാൻ എൻ്റെ പഴകിയ, നമുക്ക് ഒരുപാട് ധാരണകളുണ്ട്.
ഈ ധാരണകൾ വെച്ചുകൊണ്ട് പോകാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ കർത്താവിങ്കിലേക്കൊക്കെ എത്തുമ്പോൾ എനിക്ക് യഥാർത്ഥമായിട്ട് ദൈവത്തിങ്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ പുതുക്കം എൻ്റെ അകത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. അവിടെയും അതാ വായിച്ചത്, നിങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട്, അല്ലെങ്കിൽ ജീവനുള്ള യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക. ആരാധന അങ്ങനെയാണ് വരുന്നത്, അല്ലാതെ ഹൃദയം അങ്ങ് എവിടെയോ ഇരുന്ന് ആധരം കൊണ്ട് സംസാരിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. രക്ഷകനായി വന്ന കർത്താവിനെ ഞാൻ എല്ലായ്പ്പോഴും എന്നെ മുഴുവനായി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കണം. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് കർത്താവ് പറയുന്നത്, നിൻ്റെ രക്ഷകനായ ദൈവത്തിൽ തന്നെ നീ എപ്പോഴും പൂർണ്ണമായി ആശ്രയം വെക്കാനാണ്. പിന്നെ നമ്മുടെ മുമ്പാകെ ഏറ്റവും അധികമായിട്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മുമ്പാകെയുള്ള സമയം എന്ന് പറയുന്നത്. ഒരുപക്ഷേ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വാല്യുബിളായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ സമയമെന്ന് പറയാം വേണമെങ്കിൽ. ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നത് എല്ലാം ഒരു സമയത്തേക്കുണ്ട്. അതിനെക്കുറിച്ച് നമ്മളോട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവിടെ നിങ്ങൾ സമയം തക്കത്തിന്, എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ദുഷ്കാലമാകയാൽ, അങ്ങനെയാണ് ആ വാക്യം പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചോണ്ട് നമ്മുടെ സമയം ഭയങ്കര ഷോർട്ടാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ദൈവവചനം എപ്പോഴും പറയണം, സമയം എത്തിയിരിക്കുന്നു, സമയം ഇപ്പോൾ ഇതാണ് സമയം, ടൈം ഈസ് അറ്റ് ഹാൻഡ് എന്നാണ് പറയുന്നത്. സമയം എത്തിയിരിക്കുന്നു, കാലം തികഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് കേട്ടതുപോലെ ദൈവം സെക്കത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ സഭാപ്രസംഗിയിലൊക്കെ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന അങ്ങനെയാണ്, എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ടാണ് ദൈവം ചെയ്യുന്നത്. ആ സമയം കൊടുത്തിരിക്കുന്നതും നമുക്ക് സമയം തന്നിരിക്കുന്നതും ഒരുപോലെ. നമ്മൾ പലപ്പോഴും പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ കാര്യമായതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ സമയം കൊടുക്കുന്നത്. ഒരു ദിവസത്തിന് 24 മണിക്കൂറേ ഉള്ളൂ. അത് ഇന്ത്യൻ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡൻറ്റിനും നമുക്കും എല്ലാം 24 hours ഉള്ളൂ. അത് ഈക്വലായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനാണ് ദൈവവചനം നമുക്ക് ബോധ്യം തരുന്നത്. എങ്ങനെ ഉപയോഗിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ മൊബൈലും ഇന്ന് കാണുന്ന ഈ റീൽസും, നിങ്ങൾ ശരിക്കും റീൽസിനൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്നവരോട് നോക്കിയാലോ, അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഞാൻ പുറത്തിറങ്ങിയതിൻ്റെ ഒരു കാരണം, ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ആളെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയിട്ട് അവിടെ ഇരുന്ന് തിരിച്ച് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വന്ന് തിരിച്ച് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ആകെ ചെയ്തത് ഈ ഫേസ്ബുക്ക് ഒന്ന് നോക്കിയതാണ്. അന്ന് ഞാൻ എൻ്റെ പരിപാടി ഡീആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം സമയം പോയത് അറിയത്തില്ല. ഞാൻ അവിടെ ആളെ കയറ്റിയ സമയത്ത് ഈ ഫേസ്ബുക്കിൽ 2.5 മണിക്കൂർ എൻ്റെ അത് കൊന്നു തന്നു. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ സമയം കൊല്ലുന്നതാണ് ചുറ്റുപാടുകൾ മുഴുവൻ. അതുപോലെ നമ്മളെ നിരന്തരമായിട്ട്, ഇപ്പം സിനിമ കാണുന്ന പാപമാണോ എന്ന് ആളുകൾ ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഒരു സിനിമ കാണുന്ന പാപത്തെക്കാളും വലുത് നിങ്ങൾക്ക് തന്ന വിലയേറിയ 3 മണിക്കൂർ നിങ്ങൾ കളഞ്ഞതിലാണ്. അതാണ് ദൈവവചനം നമ്മളോട് കൽപ്പനയായിട്ട് പറയുന്നത്. അതൊരു കലയാണെന്നോ അത് ആസ്വദിക്കുന്നതോ ഒക്കെ ആളുകൾ ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും പറയും. പക്ഷെ എവിടെയാണ് ഈ 3 മണിക്കൂർ സമയം നമ്മൾക്ക് മാറ്റാൻ? സമയം ഇത് ദുഷ്കാലമാകയാൽ എല്ലാം നമ്മളിൽ നിന്ന് ടൈമാണ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൊബൈലായാലും അതെ, ഇൻ്റർനെറ്റ് ആയാലും അതെ, ഫേസ്ബുക്ക് ആയാലും അതെ, ഇന്ന് ഇൻസ്റ്റഗ്രാം ആയാലും ശരി, യൂട്യൂബ് ആയാലും ശരി, നമ്മുടെ സമയമാണ് കാരണതിൽ നിന്ന്. സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തിരിച്ചു കിട്ടത്തില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ വചനം വളരെ കൃത്യമായിട്ട്, ഞാൻ 2-ാമത്തെ ഉത്തരവാദിത്വമായിട്ട് നിങ്ങളോട് പറയുക, ഒന്ന്, നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. 2-ാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയമാണ്. പല ആളുകളും വന്നേച്ച് പറയും സമയമില്ല. ഞാൻ 1-2 പേരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ചെന്ന് ഇരിക്കുമ്പോൾ എനിക്ക് നേരമില്ലെന്ന് പറയും. അവിടെ സമയമില്ല, ഓപ്പറേഷനൊക്കെ വിധേയരാകുന്ന, അപ്പോൾ 5 പുച്ഛം അടക്കി എല്ലാം സമ്മതിച്ച് കയറി ഓപ്പറേഷൻ ഒപ്പിട്ട് കൊടുക്കുന്ന കാണാം. അവിടെ സമയമില്ലായ്മയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ആ ശവപ്പെട്ടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തും സമയമില്ലെന്നൊന്നും പറയത്തില്ല. ഇഷ്ടം പോലെ സമയം ആൾക്ക്, ഒന്നും ചെയ്യാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് എൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയം നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യം. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഏത് മതപരമായോ നമ്മൾ ഈ ആത്മീയതയുടെ പരിവേഷമുള്ളതിനോ നിങ്ങളുടെ സമയത്തെ കൊല്ലുന്നതൊന്നും നിങ്ങൾ അനുവദിക്കരുതെന്ന. ഞാൻ നിങ്ങളുടെ സമയം കൊല്ലുന്നതാണെങ്കിൽ അപ്പം ഇറങ്ങിപ്പോക്കോണം. ഞാൻ നിങ്ങളുടെ സമയം ഈ 12-ാം മണിക്ക് നിങ്ങളെ വിളിച്ചിരുത്തിയേച്ച് ഞാൻ എൻ്റെ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ 1 സെക്കൻഡ് ഇവിടെ ഇരിക്കരുത്, നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഒരു മടിയും വിചാരിക്കും ഇത്തരം കാര്യങ്ങളിലൊന്നും. കാരണം ഒന്നാമത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമയം വിലയേറിയത്. ഞാനും അതിനെക്കുറിച്ച് തികച്ചും ബോധവാനാണ്.
നിങ്ങളുടെ വിലയേറിയ സമയത്തിൻ്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുന്ന സമയത്ത് സ്വന്തം കാര്യം പറയാം. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ 2025 ഒരുപാട് കാര്യം പറയണമുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റൂല. കാരണം അത് ഞാൻ വ്യക്തിപരമായി നമുക്ക് പറയാമെന്നേ. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കും. കാരണം ഞാൻ ഭയത്തോടെ നിൽക്കുന്ന ആളാണ്. ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ആത്മീയ വർധനവ് വരുത്തുന്നില്ലെന്നുണ്ടെങ്കിൽ അന്നേരം നോ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം സമയം തക്കത്തിന് ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ദുഷ്കാലമാണ്. ചുറ്റുപാടുകൾ മുഴുവൻ നിങ്ങളുടെ സമയം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടൊരു മാനസാന്തരമെന്നോ മനസ്സ് പുതുക്കലെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ സമയത്തെ റിഡീം ചെയ്യാൻ. അവിടെ ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കുന്നത് റിഡീം ദ ടൈം എന്നാണ്. അതായത് നിങ്ങളുടെ ടൈം റിഡീം ചെയ്തോളാനാണ് പറയുന്നത്. സമയത്തെ നമ്മൾ തക്കത്തിന് ഉപയോഗിച്ചോളാൻ. കാരണം ഏറ്റവും മോശം അവിടെ എഴുതിയേക്കുന്നത് ദ ഡേയ്സ് ഓഫ് ഈവിൾ ആർ ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ എന്നാണ്. നിങ്ങൾ വെറുതെ ഇരുന്നാൽ, നമ്മൾ ഈ എസ്കലേറ്ററിലൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പം താഴോട്ട് പോകുന്ന എസ്കലേറ്ററിൽ മുകളിലോട്ട് കയറുന്ന ക്രിസ്ത്യ ജീവിതം എന്ന് ഞാൻ പറയും. വെറുതെ നിന്നാൽ നിങ്ങളെ കൊണ്ട് താഴോട്ട് പോകുന്നതാണ് ഈ എസ്കലേറ്റർ. അതുകൊണ്ട് അത്യുത്സാഹം കഴിക്കണം, നിങ്ങളുടെ സമയം ഉപയോഗിക്കണം. നമ്മൾ പരിശോധിക്കണം 24 hours ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഒരു മിനിമം പരിപാടി എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറെങ്കിലും വേണ്ടേ പ്രിയപ്പെട്ട, ഒരു 10% സമയം. അത് കൃത്യമായി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയതയ്ക്ക് ഉന്നമനം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. അത് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുവാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ സമയമൊക്കെ ഒരിക്കലും ഇങ്ങനെ പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. അതിനെ തിരിച്ചെടുക്കാൻ സാധാരണഗതിയിൽ പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന് ആരുടെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ടൈം മെഷീനിലൊക്കെ കയറി പുറകോട്ട് പോയി കറക്റ്റ് ചെയ്യാമെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ. എന്നാലും കർത്താവ് നമ്മളോട് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത്, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്നാണ് ആ വാക്യം പറയുന്നത്. എങ്ങനല്ലേ? ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമെന്ന്. കാരണം എൻ്റെ സമയം കൊണ്ട് എനിക്ക് സമയം പോവുകയാണ്, സമയം പാഞ്ഞു പോവുകയാണ്. ഇന്ന് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ, ആ ഒരു ന്യൂ ഇയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 വർഷം പോകാനായിട്ട് കുറച്ചില്ലറ മിനിറ്റ് വെച്ചുള്ളൂ ഉള്ളതുപോലുള്ള പോക്ക. വളരെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തൻ പാടുന്ന പാട്ട് ഇങ്ങനെയാണ്. അവിടെ പറയാം, ആണ്ടുകൾ കഴിയും മുമ്പേ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ, നീ ആണ്ടുകൾ കഴിയും മുമ്പേ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് സകലത്തിന് സമയം. നമ്മൾ ഈ കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനിലാണെന്ന് ഓർക്കണം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ പറയുന്നുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നാണ് പറയുന്നത്. എല്ലാറ്റിനും, ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ആകാശത്തിൻ്റെ കീഴിലേ ഉള്ളൂ കേട്ടോ. നമ്മളിത് വിചാരിക്കുന്ന പോലെ സൂര്യൻ്റെ കീഴിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ എന്തിനാണ് ഇവർക്ക് കാലങ്ങളും സമയങ്ങളും കൊടുത്തിരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരുവനിൽ നിന്ന് മാനവരാശിയെ മുഴുവൻ ഉളവാക്കിയ ദൈവം അവന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. അടുത്ത വാക്യത്തിൽ പറയാം, അതവൻ ദൈവത്തെ ഒന്ന് തപ്പി നോക്കി കണ്ടെത്താനാണ്. അപ്പോൾ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലത്തിന്, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്, സൂര്യൻ്റെ മുകളിലേക്ക് കയറുകയാണ്, ഉയരത്തിലേത് ചിന്തിക്കാൻ തുടങ്ങുകയാണ്, ഉയരത്തിലേത് ജീവിക്കുകയാണ്. പിന്നീട് ഇവിടെ ഉള്ളതൊന്നും എൻ്റെ സമയം കാർന്നെടുക്കാത്ത രീതിയിൽ നിശ്ചയതയിലേക്ക് നമ്മളുടെ ഒരു പ്രവേശനം കിട്ടിയതുപോലെയാണ്. അവിടെ ദൈവമഹത്വം കാണാനായിട്ട് കഴിയണം. അതുകൊണ്ട് സമയത്തെ മറ്റൊന്നും കാർന്നു തിന്നാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടി വരും. ജെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ് ജെരമ്യാവ് പറഞ്ഞു വിഷമിക്കുന്ന. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യമൊക്കെ വായിച്ചാൽ ഈ ജനത്തിൻ്റെ നിഹിതന്മാരെ ഓർത്ത് കരയേണ്ട കാര്യമാണ് പറയുന്നത്. ആ വാക്യം എന്താ പറയുന്നതെന്ന് അറിയാം, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ലെന്ന്. ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ കാണിച്ചു വെക്കും, എന്തെല്ലാം പരിപാടികളാണ്, പക്ഷെ സമയം പോവും, അവസാനം നാമൊട്ട് രക്ഷിക്കപ്പെട്ടതുമില്ല. എന്തായിരിക്കും കഷ്ടം. ഞാനിത് വെറുതെ പറയണതല്ല, തലമുറകളടക്കം പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തലമുറകളടക്കമുള്ളവർ ഒരാൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന. ഞാൻ ഇന്ന് വളരെ വേദനയോടുകൂടെ ചില തലമുറകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ടിടയായി. കാരണം അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ഭാരവുമില്ലാതെ, ഇന്ന് നമ്മൾ കേട്ടതൊക്കെ സാധാരണ ജനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഭാരത്തെക്കുറിച്ച് നമ്മുടെ അകത്ത് തരുന്നതാണെങ്കിൽ, സ്വന്തം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് അവർ എന്താ പറഞ്ഞാൽ, അവർക്ക് ചർച്ചിലെ
ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ചർച്ച് വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇഷ്ടമുള്ള ചർച്ചിൽ പൊക്കോളാം. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമില്ലാത്ത സ്കൂളിൽ നിന്ന് മാറ്റത്തില്ല നമ്മൾ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോളേജിൽ നിന്ന് മാറ്റൂല. ഒരു സഭ വരുന്നത് അവർക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതെന്ത് സഭയാണ്, അതെന്ത് ഉപദേശമാണ്, എവിടെയാണ് വിടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പോകണേ? ഈ മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവവചനത്തിൽ ഡിസേൺമെൻ്റ് ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിത്യതയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ ഇരുത്തി അവിടെ ഒന്നിരുന്ന് അതിനുവേണ്ടി സമയം ചെലവഴിക്കും. ഒരാളുടെ നിത്യത, അല്ലെങ്കിൽ കൊയ്ത്തു കഴിയും, ഫലശേഖരവും കഴിയും, നാമോ രക്ഷിക്കപ്പെട്ടില്ല. അടുത്ത വാക്യത്തെ ജെരമ്യായുടെ 21 വാക്യം ഒന്ന് വായിച്ചു നോക്കി. ജനത്തിന്റെ പുത്രിയുടെ ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് കരയേണ്ടതിന്, എന്നുവെച്ചാൽ എൻ്റെ കരച്ചില്, അല്ലെങ്കിൽ എനിക്ക് കണ്ണുനീരൊന്ന് വറ്റാത്ത ഉറവ് പോലെ വന്നിരുന്നെങ്കിലെന്നാ ഭക്തൻ അല്ലെങ്കിൽ ഈ പ്രവാചകൻ പറയുന്നു. അങ്ങനെയാണ് തലമുറകൾക്ക് വേണ്ടി എത്ര അധികമായിരിക്കണം. വളരെ ദുഃഖത്തോടെ നമ്മൾ ഓർക്കേണ്ടത്. കർത്താവ് തരുന്ന ദാനങ്ങളാണ്. നമുക്ക് പലർക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നത് ആ സമയം ഉപയോഗിക്കാനായിട്ട്, അതിൻ്റെ ഒരു മച്യൂരിറ്റിയിലേക്ക് വരാനായിട്ട്. മക്കൾ യഹോവ തരുന്ന ദാനമാണ്. അവരെ വളർത്തേണ്ടതുപോലെ വളർത്താനായിട്ട്, അവരുടെ നിത്യത ഉറപ്പിക്കാനായിട്ട് നാം തയ്യാറാകണം. അവരെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മിത്രങ്ങൾ, അവർക്കൊന്നാം കാര്യം ഇതായിരിക്കണം. ഇനി എന്നുള്ള നമ്മുടെ ജീവിതം അതിനുവേണ്ടി ആയിരിക്കണേ പ്രിയപ്പെട്ടവർ. ഞാൻ അങ്ങനെ പറയുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഒന്ന് സ്നേഹത്തിൽ നിർബന്ധിക്കുക. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ഇതാണ് സുപ്രസാദ കാലം. അങ്ങനല്ലേ പറയുന്നത്? പ്രസാദ സമയം ഒഴിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് അവൻ അരുളി ചെയ്യുന്നത്, ഇപ്പോഴാകുന്നു ആ സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു ആ രക്ഷാദിവസം. ദിവസം പ്രതി നമ്മളുടെ രക്ഷാദിവസം അത് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാനായിട്ട് കഴിയേണ്ടത്, കർത്താവേ, 90-ാം സങ്കീർത്തനത്തിൽ മോശ പാടുന്ന സങ്കീർത്തനമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗീതം. അതിൻ്റെ തുടക്കം എന്താണെന്നറിയാമോ? 90-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം, കർത്താവേ, നീ ഞങ്ങൾക്ക് തലമുറയായി ഞങ്ങളുടെ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? തലമുറയായി. ഒരു പഠനത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പഠനം നടത്തിയതാണ്. അത് ഭക്തൻ്റെ വീട്ടിലുണ്ടായവരുടെ ഒരു ജീനിയോളജി, അല്ലെങ്കിൽ അവരുടെ തലമുറകൾക്കുണ്ടായ അനുഗ്രഹത്തെക്കുറിച്ചും, എന്നാൽ ദൈവനിഷേധികളായവരുടെ ഒരു ചരിത്രവും അവരെടുത്തിട്ട് 8, 10, 18 തലമുറയിലുള്ള ആളുകളുടെ ഒരു പഠനം. അവിടെ മറ്റിടത്തൊക്കെ ഉണ്ടായിരിക്കുന്ന എത്ര ക്രിമിനൽസ്, അല്ലെങ്കിൽ എത്ര കൊലപാതകന്മാർ, എത്ര പേര് ജയിലിൽ, അതിൽ എത്ര പേര് ഡിഗ്രി എടുത്തിട്ടുണ്ട്. മറ്റിടത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് 3 വൈസ് പ്രസിഡന്റുമാരെ കണ്ടുണ്ട് ആ തലമുറയിൽ. അതുപോലെ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും ദൈവഭക്തരുമായിരിക്കുന്നു. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കൂ, ദൈവത്തെ തിരഞ്ഞെടുക്കണോ? അതുകൊണ്ടാണ് സുപ്രസാദ കാലം എന്ന് പറയുന്നത്. നമുക്ക് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കർത്താവുമായിട്ടാണ്. നമ്മുടെ സമയം എവിടെ ചെലവഴിക്കണം? പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയോ, പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടാൻ വേണ്ടിയോ അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ആ യഥാർത്ഥമായിട്ടുള്ള അസറ്റിനെ, കർത്താവിനെ തന്നെ നാം മുറുകെ പിടിക്കുമെങ്കിൽ അതിലേക്ക് തന്നെ നമ്മുടെ തലമുറകളും വരും. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് പറയാം, കർത്താവെ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറയാനായിട്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തെക്കുറിച്ച് പോലും ഈ വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. 12-ാമത്തെ വാക്യത്തിൽ ജ്ഞാനം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഞങ്ങളുടെ നാളുകളെ നിരാശയോടെ എണ്ണണമെന്നല്ല കേട്ടോ. നമ്മുടെ നാളുകൾ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയൂ. 60 വയസ്സായ ഒരാൾക്ക് അടുത്ത 10 വർഷത്തേക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളാണ് ജീവിക്കുന്നത്? അതുമാത്രം എത്ര ദിവസങ്ങളുണ്ടെന്ന് നമ്മൾ നോക്കൂ. ആ ദിവസങ്ങളിൽ പകുതി ദിവസം നമ്മൾ ഉറങ്ങിപ്പോകുമെന്ന് ഓർക്കൂ. ബാക്കിയുള്ള സമയം, അതുകൊണ്ടാണ് സമയം തക്കത്തിന് ഉപയോഗിക്കാൻ, മറ്റൊന്നും കാർന്നു തിന്നാതിരിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഒറ്റ കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. എസ്തേറിനോട് പറഞ്ഞ വാക്കുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതിൻ്റെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ എസ്തേർ രാജാവിൻ്റെ രാജ്ഞിയായി ഇരുന്ന ശേഷം യഹൂദന്മാർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ മൊർദെഖായി പറയുന്നൊരു വാക്കുണ്ട്. അവിടെ 4:14, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് പക്ഷെ നീ നിന്റെ പിതൃഭവനവും നശിച്ചു. നഷ്ടം നമുക്ക് മാത്രമാണ്. കർത്താവ് ഇതിനായിട്ടല്ലയോ നമ്മളെയും കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് നാം ഓർക്കണം. ഇതിനായിട്ട്, ഈ ഒരൊറ്റ ഉദ്ദേശത്തിനായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിച്ചത് ഇങ്ങനെ ഒരു ദൈവസഭയിൽ ശുശ്രൂഷിക്കാനും എന്നെ അയച്ചിടത്തൊക്കെ പോകാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാനത് അർത്ഥവത്തായിട്ട്, പല ആളുകളും കർത്താവിൻ്റെ വേലയിലേക്ക്
കൂടുതലായിട്ട് പ്രയോജനപ്പെടാൻ വരുന്ന സമയത്ത് എൻ്റെ ഉള്ളം ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ പുറകെ ഓടി സമയം കളയുകയല്ല. എൻ്റെ കർത്താവിൻ്റെ വാക്കിന് ഞാൻ മലയിറക്കുന്നവനായി മാറണം. എൻ്റെ കർത്താവിൻ്റെ വാക്കിന് ഞാൻ കല്ലു മാറ്റുന്നവനായി മാറണം. കർത്താവ് പറഞ്ഞതുകൊണ്ട് കൽഭരണിയിൽ ഞാൻ വെള്ളം നിറയ്ക്കുന്നവനായിട്ട് മാറണം. എൻ്റെ കർത്താവ് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നവനായിട്ടിരിക്കണം. എനിക്ക് വേണ്ടി കർത്താവെന്നല്ല, പകരം കർത്താവിന് വേണ്ടി ഞാൻ അവൈലബിൾ ആകുക. ഏത് ഉറക്കത്തിൽ വിളിച്ചാലും, പല രാത്രികളിലും ഞാനൊക്കെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്കതിനെക്കുറിച്ച് വിഷമം തോന്നാറില്ല. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചതാണ്. അവിടെ ദൈവത്തിന് എന്നെ എന്തോ ആവശ്യമുണ്ട്. തുറമാനമായിട്ട് അങ്ങനെ ആയിത്തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പുതിയ വർഷം അല്ലെങ്കിൽ പുതിയ സമയത്ത് വ്യക്തമായ ഒരു ബോധ്യത്തോടുകൂടി ഉറച്ച ചുവടുകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. സമയം ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് റിഡീം ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് അവൈലബിൾ ആക്കൂ പ്രിയപ്പെട്ടവരെ. അത് ഫലപ്രദമായിരിക്കും നിശ്ചയമായിട്ട്. നമ്മുടെ ആരോഗ്യം പ്രശ്നമല്ല, നമ്മുടെ ഒന്നും വിഷയമല്ല. കർത്താവിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കുന്നവനായി, കല്ലു മാറ്റുന്നവന്. നാറ്റം വരുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇല്ല, ഒരു കാരണം എൻ്റെ കർത്താവിൻ്റെ വാക്കിന് ഞാൻ കാതുകൾ തുളയ്ക്കപ്പെടണം. അതിന് എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ ആരോഗ്യമോ എൻ്റെ പ്രായമോ ഒന്നും വിഷയമല്ല. നമുക്കൊരു നിമിഷം ദൈവസന്നിധി അങ്ങനെ ഒരു സമർപ്പണം ചെയ്യാം. പുതിയ വർഷം എല്ലാവർക്കും അത് അനുഗ്രഹത്തിൻ്റെ, അനുസരണത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ നിറവേറ്റലിൻ്റെ കാലമായി മാറുവാനിടയാകട്ടെ. ചേർന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവേ, കാലം കൊണ്ട് ഞങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിലും ഉറച്ചൊരു തീരുമാനത്തോടെ ഞങ്ങൾ അവിടേക്ക് ചുവട് വെക്കുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, സ്വന്തം വിവേകത്തിലൂന്നാതെ എൻ്റെ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിൽ തന്നെ ഞങ്ങൾ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സമയം തക്കത്തിന് ഞങ്ങൾ ഉപയോഗിപ്പാൻ എൻ്റെ ദൈവമേ, അത് സമയത്തെ ഞങ്ങൾ വീണ്ടുകൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. അതിനായിട്ട് അടിയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് എല്ലാം തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെയും അങ്ങനെ തന്നെ കർത്താവ് ആ സാഹചര്യങ്ങളെ നോക്കി കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് കാതു തുളയ്ക്കപ്പെട്ടവരായി ഞങ്ങൾ അതനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കുകയാൽ സ്തോത്രം. കർത്താവെ, ഇന്ന് കേൾപ്പിച്ച എല്ലാ സാക്ഷ്യങ്ങൾക്കായിട്ടും നന്ദി പറയുകയാണ്. കർത്താവെ, കുടുംബങ്ങളായിട്ട് അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, അവർ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവരുടെ മേൽ കർത്താവ് ചൊരിഞ്ഞവരെ അനുഗ്രഹിക്കുമാറാകണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരണം. പുതിയ വർഷം അങ്ങനെ ഞങ്ങൾ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, അങ്ങയുടെ ജനത്തെ, ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്.